നമ്മളിവിടെ ഒന്നാമത്തെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. Its scopes include study of the state and the study of political system, covering the study of government, study of power, study of man and his political behavior, and study of political issues which influence politics directly or indirectly. അതായത് ഇവിടെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനെ കുറിച്ചിട്ട് ഗവൺമെൻറ് എന്തിനാണ്, നിയമങ്ങൾ എന്തിനാണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് സ്കോപ്പ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മുടെ രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ രാജ്യം ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ ഇറ്റ് കവറിങ് ദ സ്റ്റഡി ഓഫ് ഗവൺമെൻറ്, സ്റ്റഡി ഓഫ് പവർ, സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. എന്തെല്ലാമാണ്? മനുഷ്യനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്, ഹിസ് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇത് എല്ലാ മനുഷ്യരും ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. നെക്സ്റ്റ് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഗവൺമെൻറ്. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? എ പാർട്ട് ഓഫ് ദ സോഷ്യൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് സോഷ്യൽ സയൻസിനോട് ബന്ധപ്പെട്ട ഒന്നാണ്. വിച്ച് ഡീൽസ് വിത്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഗവൺമെൻറ്. ഏതിനോടൊക്കെ ഇത് കടപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ്. ഇതുമെല്ലാം കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു J.W. Garner, ദ പൊളിറ്റിക്സ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ദ സ്റ്റേറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു J.W. Garner, പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? സ്റ്റേറ്റിലാണ്, നിയമങ്ങളിലാണ്. അപ്പം സിമിലർലി R.J. Gettel wrote that politics is the study of the state in the past, present and future. പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് പൊളിറ്റിക്സ് എന്ന് R.J. Gettel പറയുന്നുണ്ട്. Political science deal with those aspects of individuals in society which relate to their activities and organizations devoted to seeking a power, resolution of conflicts, and all this within all framework of the rule and law as laid down by the state. എന്താ പറയുന്നത്? നമ്മൾ അധികാരം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്? കുറച്ച് പേർക്ക് അധികാരം കിട്ടുന്നു, കുറച്ച് പേർക്ക് അധികാരം കിട്ടുന്നില്ല. അപ്പോൾ അതൊരു കോൺഫ്ലിക്ട്സ് മീൻസ് വഴക്കാണ്. വഴക്കിലേക്ക് പോകാം. അല്ലെങ്കിൽ അധികാരം കൂടുതൽ കയ്യിൽ കിട്ടുന്നവൻ അധികാരത്തിൻ്റെ മേൽ കിടന്ന് കളിക്കും. അപ്പോൾ ഇങ്ങനെ പല അധികാരങ്ങളുള്ളവനും അധികാരമില്ലാത്തവനെയും കുറിച്ചുള്ള അല്ലെങ്കിൽ അധികാരങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അണ്ടറിൽ നിന്ന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ സന്നദ്ധരാകുന്നു. നെക്സ്റ്റ് പേജിൽ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതും വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതുമാണ്. അപ്പം ചേഞ്ചിങ് മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ അകത്ത് പറയുന്നത് ടേം പൊളിറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളിസ് വിച്ച് മീൻസ് സിറ്റി, സ്റ്റേറ്റ്. പൊളിറ്റിക്സ് എന്നുള്ള വേർഡ് എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡ് പോളിസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നാണ്. That is why many commentators, as you so rightly, define politics in the term of the state or government. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ കമ്പയർ ചെയ്യുന്നത്. However, this definition does not exhaust the meaning of politics. Politics also deals with power. Harold D. Laswell and Abraham Kaplan defined political science as the study of shaping and sharing of power. In word, politics deals with both state and power. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? ആരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? നമ്മുടെ പവറുമായിട്ട്, സ്റ്റേറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ടും പവറുമായിട്ട്. പവർ മീൻസ് അധികാരം അല്ലെങ്കിൽ അധികാര പരിധി എന്നൊക്കെ വരുത്തുക. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. Political philosophy deals with the formal statements. Political science deals with the empirical statements and also evaluates the existing political institutions, practices and focus on how to improve them. അപ്പോൾ പൊളിറ്റിക്കൽ ഫിലോസഫി എന്തൊക്കെയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്?
ഫോർമൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എംപിരിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് രണ്ടുമായിട്ടാണ് കമ്പയർ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിനകത്ത് പറയുന്നത് സിസ്റ്റമാറ്റിക് study of politics started with the Greeks in the 4th century BC. Philosophers like Plato and Aristotle used it in the most comprehensive sense. Aristotle called politics a master science. For him, it comprised of not only the institution of state or government but also family, property and other social institutions. അപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പിന്നെ അരിസ്റ്റോട്ടിൽ എന്നാണ് വേണ്ടത്. അത് മാത്രമല്ല ഫോർ ഹിം, അതായത് അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകൾ പ്രകാരം ഇറ്റ് കംപ്രൈസ്ഡ് ഓഫ് നോട്ട് ഓൺലി ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്, അതായത് ഈ പൊളിറ്റിക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഓൺലി ഒരു സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തോ മാത്രമല്ല, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാമിലി ടു. കാരണം ഇത് ഫാമിലിയിലും കൂടിയുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, ഫാമിലിയിൽ ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ തോന്നിയ പോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതങ്ങളും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നേച്ചറും ഒക്കെ വരുന്നത്. അപ്പം എവിടെയാണെങ്കിലും നമ്മളൊരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിലൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈവൻ ഇൻ ദ ഫാമിലി ആണെങ്കിൽ പോലും നമുക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളിൽ ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് ഉള്ളത് എപ്പോഴും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് നല്ലതാണ്. കാരണം ആരെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജീവിതം സ്മൂത്തായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിൽ politics is also viewed Politics is also viewed as a process whereby individuals, groups or communities seek to achieve their specific but conflicting goals. Politics as the process seeks to allocate resources. Eastern calls its values authoritatively. ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വ്യൂഡ് ആസ് എ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ഓർ കമ്മ്യൂണിറ്റീസ്. നമ്മൾ എവിടെ പിന്നെ പൊളിറ്റിക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെയുണ്ടോ അവിടെ ഒരു വ്യക്തി ഉണ്ടാകാം, അവിടെ ഗ്രൂപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മീൻസ് വൺ കൈൻഡ് ഓഫ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ പർട്ടിക്കുലർ കൈൻഡ് ഓഫ്, ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി പ്രകാരവുമായിരിക്കാം. അപ്പോൾ എവിടെയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെ ചെന്ന് ഏത് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പം പൊളിറ്റിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ്, റെക്കഗ്നൈസസ് ദ പോസിബിലിറ്റി ഓഫ് ദ യൂസ് ഓഫ് പവർ. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്തിനെ, നമ്മുടെ പവറിനെ, അതായത് നമുക്കുള്ള റൈറ്റ്സ് ആൻഡ് റൂൾസ്, റെഗുലേഷൻസ്, റൈറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ജർമ്മൻ ഫിലോസഫർ കാൾ മാർക്സ് വ്യൂസ് പൊളിറ്റിക്സ് ആസ് എ സ്റ്റഡി ഓഫ് ഇറക്കൺസിബിളബിൾ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ ടു ക്ലാസസ്, ഹാവ്സ് ഓർ ഹാവ് നോട്ട്സ്. എന്താണ് കാൾ മാർക്സിനെ കുറിച്ചിട്ട്? കാൾ മാർക്സിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാൾ മാർക്സ് പറയുന്നത് എന്താണ്?
2 ടൈപ്പ് ഓഫ് ആൾക്കാർ നിലവിലുണ്ടാകും, ഹാവ്സും ഹാവ് നോട്ട്സും. കാരണം ഉള്ളവരും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും, ചൂഷണം ചെയ്യുന്നവരും ഉണ്ടാകും, ചൂഷണത്തിന് വിധേയമാകുന്നവരും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള ഇപ്പം നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കാരണം എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കുള്ളത് നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് പേജിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ആണ്. The terms political science and politics are often used interchangeably. However, the distinction between the two needs to be understood. Some scholars define politics to be the science and art of government. ഇവിടെ അത്രേ പറയുന്നുള്ളൂ. എന്താണ്, ചിലർ പൊളിറ്റിക്സിനെ എന്തും കൂടെ ആയിട്ട് പറയുന്നുണ്ട്, ഒരു ആർട്ട് ഓഫ് ഗവൺമെൻറ് എന്നുകൂടി ഡിനോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, പൊളിറ്റിക്സ് refers to the process of actual happening in society and in institutions, which political science refers to its understand in a systematic manner. Politics എന്തും കൂടെ refers ചെയ്യുന്നുണ്ട്, actual happenings in society and institutions, which political science refers to the understand in a systematic manner. പൊതുവെ ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നമുക്ക് പാലിക്കപ്പെടേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് പൊളിറ്റിക്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ആക്ച്വൽ ഹാപ്പനിങ്സ് ഇൻ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതിൽ ദ ടേം സ്റ്റേറ്റ് അതിൽ ഫസ്റ്റ് പോയിന്റ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് പോയിന്റാണ് റോൾ ഓഫ് ദ സ്റ്റേറ്റ്. ദ ടേം സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് മോഡേൺ സെൻസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ മാച്ചിയവെല്ലി, ദ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ്മാൻ. ദ സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് സിൻസ് റിമൈൻഡ് ദ ഫോക്കൽ പോയിന്റ് ഫോർ ദ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്. ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന മീനിങ്, ദ ടേം സ്റ്റേറ്റ് ഇൻ ഇസ് മോഡേൺ സെൻസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ മാച്ചിയവെല്ലി. അതായത് ആദ്യം ഇറ്റാലിയൻ ആയിട്ടുള്ള ഒരു മാച്ചിയവെല്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം സ്റ്റേറ്റ് എന്നുള്ള വേർഡ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ദ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് 4 എലമെൻറ്റ്സ്. ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന് 4 പ്രത്യേകതകളുണ്ട്, 4 എലമെൻറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ദ people, second one the territory on which they live, third one the government to rule and regulate, the lives of the people and sovereignty. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, 4 പോയിന്റുകളാണുള്ളത്. അതിലൊന്ന് ദ പീപ്പിൾ, ഏത് സ്റ്റേറ്റിലാണോ ഏത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണോ അവിടെയുള്ള ജനങ്ങൾ. രണ്ടാമത്തത് അവർ താമസിക്കുന്ന ഏരിയ. മൂന്നാമത്തേത് ഗവൺമെൻറ് ടു റൂൾ ആൻഡ് റെഗുലേറ്റ് ദ ലിവ്സ് ഓഫ് പീപ്പിൾ. കാരണം ഗവൺമെൻറ്റിന് അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ മേലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോവറിനിറ്റി മീൻസ് ഫ്രീഡം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ആ പോയിന്റിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ഇവിടെ മാർക്കറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ആൻഡ് ബോട്ട്. അതായത് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ പൊതുവെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മാർക്കറ്റ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഡിമാൻഡ് ഉണ്ടെങ്കിലേ സപ്ലൈ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് പേജിൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു റോൾ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. അതിൽ നെക്സ്റ്റ് പോയിന്റിൽ പവർ റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് വൺ പേഴ്സൺ അഫക്റ്റിംഗ് ദ ആറ്റിറ്റ്യൂഡ് ഓർ ആക്ഷൻ ഓഫ് അനദർ. എന്താണ് പറയുന്നത്, ഒരാൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്,
അയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം ഭരണം കയ്യിലില്ലാത്ത സമയത്ത് ഒരു സ്വഭാവവും ഭരണം കയ്യിൽ വരുന്ന സമയത്ത് മറ്റൊരു സ്വഭാവമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെയാണ് ഒരാൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് second one, citizens and government. The government is the most important instrument of the state. The government is the most important instrument of the state through which the latter realizes its objectives. എന്താണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്? എപ്പോഴാണോ വ്യക്തി, അതായത് പീപ്പിൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം, അതാണ് സിറ്റിസൺസ് ആൻഡ് ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദോ ഇറ്റ്സ് 3 organs, അവിടെ 3 രീതിയിലാണ് ഗവൺമെൻറ് സിറ്റിസൻസിനെ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് റൂൾസിനെ കൺസിഡർ ചെയ്യുന്ന 3 രീതിയിലാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3 ലെവലിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റിസൺസ് ആൻഡ് ഗവൺമെൻറ്റിൽ ദ ഗവൺമെൻറ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ത്രൂ വിച്ച് ലാറ്റർ റിയലൈസ്. അപ്പോൾ 3 തിരിക്കുന്നുണ്ട്. അതിലൊന്ന് ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി, ഇങ്ങനെ 3 തിരിക്കുന്നത്. It makes laws, rules, implements the maintaining peace in order to country and resolve the clashes of interest. It also try to ensure territorial integrity or unity of the country. ഇപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളിങ്ങനെ നമുക്ക് നിയമസഭ, പിന്നെ ലോ ആൻഡ് ഓർഡർ, ഇതെല്ലാം ഇങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ 3 തിരിക്കുന്നത് കൊണ്ട് 3 സ്ഥലങ്ങളിലും തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ പാലിക്കേണ്ട ചില കടമകളുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമുക്ക് ഇടയിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റൂൾസ് ആൻഡ് റെഗുലേഷനെ പാലിച്ചിട്ട് അതിനെ പാലിച്ച് അല്ലെങ്കിൽ അതിനെ ഭയന്നാണ് ജീവിക്കുന്നത്. അതിനെ ഭയന്നെന്ന് പറഞ്ഞാൽ കാരണം അത് ചെയ്യാനുള്ള, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എപ്പോഴും പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തന്നെ എന്താണ് ഹാർമണി, അതായത് മറ്റുള്ളവരുമായിട്ട് സൗഹൃദപരമായിട്ട് ഇടപഴകാനും, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ 2 അടി കൊടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെല്ലുവിളിക്കാനോ, അതും അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് തോന്നിയെന്നിരിക്കുക. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ടും ശിക്ഷിക്കപ്പെടുമെന്ന അറിവുള്ളത് കൊണ്ടും നമ്മളൊക്കെ ഇതിനൊക്കെ എന്താണ് വിധേയമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നെക്സ്റ്റ്, The relationship between citizens and the government is reciprocal. The citizens are member of the state. The state recognizes certain rights of the citizens and in turn expects certain duties from them. എന്താ പറഞ്ഞേക്കുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ഗവൺമെൻറ് ഈസ് റെസിപ്രോക്കൽ. അത് ഗവൺമെൻറ് സിറ്റിസണിന് മാത്രമല്ല നിയമങ്ങൾ തരുന്നത്, ആർക്കും കൂടിയുണ്ട്. തിരിച്ച് നമ്മൾ 2 രീതിയിലും പിന്നെ റൂൾസ് അംഗീകരിക്കേണ്ടതാണ്. കാരണം എല്ലാ രീതിയിലും അവിടെ റൂൾസ് അംഗീകരിക്കപ്പെട്ട് വരുന്നതാണ്. ഇപ്പം സിറ്റിസൺസ് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന പോലെ തന്നെ സിറ്റിസൺസിനും കുറച്ച് പിന്നെ അവകാശങ്ങളൊക്കെ ഉണ്ട്. സിറ്റിസൺസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. കാരണം അവർ പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള മെമ്പേഴ്സാണ്. ദ സ്റ്റേറ്റ് റെക്കഗ്നൈസസ് സർട്ടൻ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ഇൻ ടേൺ എക്സ്പെക്ട് സർട്ടൻ ഡ്യൂട്ടീസ് ഫ്രം ദ. കാരണം അതുകൊണ്ട് തന്നെ അവർ സിറ്റിസൺസ് ഉള്ളത് കൊണ്ടാണ് ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിസൺസിനും കുറച്ച് റൈറ്റ്സ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവരുടെയും ചില കാര്യങ്ങൾ, കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കേണ്ടതായിട്ടുമുണ്ട്. So far as the rights of the citizens are concerned, they can be divided into 3: civil, political and social. നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് മാത്രമല്ല തിരിച്ച് സിറ്റിസൺസിനും റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് 3 തിരിച്ചിരിക്കുന്നുണ്ട്. അതിനെ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ, ഇങ്ങനെ 3 തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സിവിൽ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സിവിൽ റൈറ്റ്സിൽ പറയുന്നത് civil rights are those rights which are necessary for the freedom, liberty of the individual. എന്താണ് അവർക്ക് ഫ്രീഡം, സിവിൽ റൈറ്റ്സ്, അവർക്ക് ഓരോ സിറ്റിസണിനും അവൻ്റേതായ ഫ്രീഡമുണ്ട്. ഇൻഡിവിജ്വലി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്കുള്ള ഫ്രീഡമുണ്ട്. ദേ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ ആൻഡ് തോട്ട്, റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി, റൈറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്, റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ. എന്താണ് പറഞ്ഞേക്കുന്നത്? എന്തിനൊക്കെയുള്ള അവകാശങ്ങളുള്ളത്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും, സ്വന്തമായിട്ട് പിന്നെ ഏൺ ചെയ്യാൻ, സമ്പാദിക്കാനും, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും,
പിന്നെ എല്ലാവർക്കും മുമ്പിൽ എല്ലാവർക്കും തുല്യമായ ഈക്വാലിറ്റിയും ഒക്കെ ആയിട്ട് പിന്നെ ലോ കൊണ്ട് പ്രൊട്ടക്ഷൻ മീൻസ് നിയമങ്ങൾ കൊണ്ട് സിറ്റിസണിന് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അവകാശങ്ങൾ ആർക്കുണ്ട്? സിവിൽ റൈറ്റ്സിൻ്റെ അണ്ടറിൽ സിറ്റിസണും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. കാരണം പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ഷന് പങ്കെടുക്കാനും ഇലക്ഷൻ ഏത് വ്യക്തിയെ ജയിപ്പിക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ അത് പർട്ടിക്കുലർ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അത് ഗവൺമെൻറ് പറയുന്ന പോലെയല്ല, അത് ആ പർട്ടിക്കുലർ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് സോഷ്യൽ റൈറ്റ്സ്. എന്തൊക്കെയാണ് social rights? It includes the right to some degree of economic welfare and security and the right to live the life of a civilized being according to standards prevailing in the society. എന്തൊക്കെയാണ് സോഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? ഇക്കണോമിക് വെൽഫെയർ. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് സാമ്പത്തികപരമായിട്ടും മറ്റു രീതികളിലും എല്ലാം അവൻ സുരക്ഷിതരായിരിക്കണം. സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം, അവൻ്റെ ലൈഫിന് സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ സുരക്ഷിതത്വം ആര് കൊടുക്കണം? ഗവൺമെൻറ് കൊടുക്കണം. അപ്പം 3 രീതിയിലാണ് ഒരു സിറ്റിസൻ്റെ റൈറ്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. നെക്സ്റ്റ് ലിബർട്ടി എന്നുള്ള പോയിൻ്റാണ്. ലിബർട്ടി എന്നുള്ള പോയിന്റിൽ The term liberty is derived from the Latin word liber. എവിടെ നിന്നാണ് ലിബർട്ടി എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്? ലിബർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലിബർട്ടി എന്ന പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പം the term liberty is derived from the Latin word liber, meaning free. അതായത് ലിബർ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നാണ് അർത്ഥം. അപ്പം ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ലിബർട്ടി മീൻസ് ഫ്രീഡം. ഫ്രീഡം ഈസ് paramount importance for the development of an individual's personality. അതായത് ഫ്രീഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവനുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളോട് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് തിരിയരുത്, അങ്ങോട്ട് ചാടല്ല, നോക്കല്ല, മറിയില്ല, ചിരിക്കില്ല, കരയല്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു പ്രായപൂർത്തിയായി കഴിയുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുള്ള ഒരു വ്യക്തിയോട് നമുക്ക് അത് ചെയ്യല്ല ഇത് ചെയ്യലെന്ന് പറയാനുള്ള പിന്നെ ലിമിറ്റേഷൻ കൊടുത്തില്ല, അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവനെ കൂട്ടിലടച്ച് കിളിയെ പോലെയായി പോകും. അപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് കൺസെപ്റ്റ് ഫർദർ മീൻസ് ഫ്രീഡം ടു ബി എ മാസ്റ്റർ ഓഫ് വൺസ് ഓൺ സെൽഫ്. അതെന്താണ്? അവനവനെ തന്നെ അവൻ്റെ മാസ്റ്ററായിട്ട് വെക്കുക. കാരണം ഞാൻ തന്നെ തീരുമാനിക്കണം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടിയാണ്. അത് ഈ ലിബർട്ടിയുടെ അണ്ടറിൽ വരുന്നൊരു പോയിൻ്റാണ്. സ്കോപ്പ് ഓഫ് ലിബർട്ടിയിൽ ഈ പോയിൻറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടിയിൽ ഫസ്റ്റ് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് in the constitution is considered is an important safeguard liberty. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനയിൽ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനുമുള്ള റൈറ്റ്സ് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇമ്പാർഷ്യൽ ജുഡീഷ്യറി ഈസ് റൈറ്റ്ലി കോൾഡ് ദ വാച്ച് ഡോഗ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നു. കാരണം നമ്മൾ ഇമ്പാർഷ്യൽ എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷാഭേദം കാണിക്കണം. ഇമ്പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാഭേദം ഇല്ലാത്ത അവസ്ഥ. അതായത് ജനങ്ങളെ എല്ലാവരെയും തുല്യമായിട്ട് എല്ലാവർക്കും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പിന്നെ പദവിയുള്ളവനെന്നോ പദവി ഇല്ലാത്തവനെന്നോ ജോലിയുള്ളവനോ ജോലി ഇല്ലാത്തവനെന്നുള്ള രീതിയിലൊന്നൊക്കെ മാറ്റി വെച്ചിട്ട് സിറ്റിസൺ എന്നുള്ള കൺസിഡറേഷൻ ഈക്വലായിട്ട് എല്ലാ വ്യക്തികൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്? കാരണം അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരങ്ങളെല്ലാം ഒരാളുടെ കൈ തന്നെ വെച്ച് എല്ലാ അധികാരങ്ങളും സ്വയം നിയന്ത്രിക്കാതെ സ്വേച്ഛാധിപതി ആവുന്നതിന് പകരം എന്ത് ചെയ്യണം? അധികാരങ്ങളെയൊക്കെ ഓരോരുത്തർക്ക് വീതിച്ച് കൊടുക്കുക. അപ്പം ഭരിക്കാനും എളുപ്പമുണ്ടാവും, കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ദാറ്റ് ഈസ് ദ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി ഈസ് ബീങ് സെപ്പറേറ്റഡ് എ ഗ്രേറ്റ് അലി ഓഫ് ലിബർട്ടി. എന്താണ് പറയുന്നത്? പിന്നെ പവേഴ്സ് അധികാരങ്ങൾ എങ്ങനെയായിട്ട് മാറ്റണം? എക്സിക്യൂട്ടീവായിട്ടും ലെജിസ്ലേറ്ററായിട്ടും ജുഡീഷ്യറി ആയിട്ടും നിയമപരമായിട്ടും പിന്നെ ഓരോ തലങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ തലത്തിനനുസരിച്ച് ലെവൽസിനനുസരിച്ചിട്ട് നിയമങ്ങളെ മാറ്റണം. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3 രീതിയിലേക്ക് മാറ്റണം. അപ്പം മോണ്ടസ്ക്യൂ പറയുന്നത് പവർ ഷുഡ് ബി ദ ചെക്ക് ഓൺ പവർ. അതായത് ഒരാൾക്ക് കിട്ടുന്ന അധികാരമാണ് അവൻ്റെ പവർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പവറാണോ ഉള്ളത് ആ പവർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
Next, justice is relevance for citizens and state. The term justice is derived from the Latin word jus, which means a bond. Thus, a word justice means joining or fitting. Justice, says E. Barker, is the reconcilier and the synthesis of political values. എന്താ പറയുന്നത്? ലിബർട്ടി എന്ന വേർഡ് ജസ്റ്റിസ് എന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡായ ജസ് എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബോണ്ട് എന്നാണ്. ദസ് ദ വേർഡ് ജസ്റ്റിസ് മീനിങ് ജോയിനിങ് ഓർ ഫിറ്റിങ്. അതായത് നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒന്നിനോട് യോജിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിന്. അതായത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിയാണ്. കാരണം നീതിക്കും ന്യായത്തിനും ഏതിൻ്റെ കൂടെയാണോ നീതിയുള്ളത് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഗവൺമെൻറ് ആണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് ആസ്പെക്ട്സ് ഓഫ് ജസ്റ്റിസ്, പിന്നെ മെറിറ്റ്, നീഡ് ഓഫ് ഈക്വാലിറ്റി, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. ആസ്പെക്ട്സ് ഓഫ് ജസ്റ്റിസിൽ വാട്ട്സ് എ പ്രോപ്പർ വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓർ സോഷ്യൽ പൊസിഷൻസ് ഇൻ എ ഗിവൺ സൊസൈറ്റി. പിന്നെ പ്രോപ്പർ വേയിൽ ഇത് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. പിന്നെ അധികാരങ്ങൾ പ്രോപ്പർ വേയിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ സെക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. നെക്സ്റ്റ് വൺ ലാസ്റ്റ് 2 സെക്ഷൻ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. പഴയ ടെസ്റ്റിലൊക്കെ ഗവൺമെൻറ്റും സോവറിനിറ്റിയും ഉണ്ട്. അത് രണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോയിട്ടാണുള്ളത്. അപ്പം ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈസ് ഓൾസോ ദ ഫോക്കസ് ഓഫ് ദ കോമൺ പർപ്പസ് ഓഫ് പീപ്പിൾ ഓക്യുപ്പൈങ് ഡെഫിനിറ്റ് ടെറിട്ടറി. അതായത് പിന്നെ വിത്തൗട്ട് ഗവൺമെൻറ് ദ പീപ്പിൾ വിൽ ലാക്ക് കോഹഷൻ ആൻഡ് മീൻസ് ഓഫ് കളക്റ്റീവ് ആക്ഷൻ. അതായത് ജനങ്ങൾക്ക് ഗവൺമെൻറ് ഒരു രാജ്യത്തിന് പർട്ടിക്കുലറായിട്ടൊരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ അവിടെ രാജ്യത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഫോക്കസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ സോവറിനിറ്റിയാണ്. എന്താണ് സോവറിനിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സുപ്രീം പവർ ബൈ വിച്ച് ദ സ്റ്റേറ്റ് കമാൻഡ്സ് ആൻഡ് എക്സ്പെക്ട്സ് പൊളിറ്റിക്കൽ ഒബീഡിയൻസ് ഫ്രം ഇറ്റ്സ് പീപ്പിൾ. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ പീപ്പിൾസിന് വേണ്ടിയിട്ട് എപ്പോഴും ഒബീഡിയൻ്റ് ആയിരിക്കുക. കാരണം നമ്മുടെ അധികാരങ്ങൾ നമ്മളോട് എന്തൊക്കെ പറയുന്നോ, അധികാരത്തിലിരിക്കുന്ന നമ്മൾ എന്തൊക്കെ പറയുന്നോ അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ സന്നദ്ധരായിരിക്കുക എന്നുള്ളതാണ്. അപ്പം പഴയ ടെസ്റ്റിൽ ഗവൺമെൻറ് സോവറിനിറ്റി ഉണ്ട്. പുതിയ ടെസ്റ്റിൽ ആ ഒരു സെക്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, ഓൺലൈനിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിലവിൽ 4 പോയിൻ്റാണ്. പുതിയ ടെസ്റ്റിനെ ബേസ് ചെയ്ത് വരുമ്പം സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിനെ ബേസ് ചെയ്തിട്ട് 4 പോയിൻ്റാണുള്ളത്. അതിനായി അത് നോക്കി പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇതിൻ്റെ അകത്ത് ഈ സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ പെടുന്നുണ്ട്. Okay, thank you.